ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ ഈസി ആയിട്ട് ചിക്കൻ സ്റ്റൂ എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നമുക്ക് ഹോൾ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കണം. 2 പീസ് പട്ട, അതുപോലെ ഒരു 10 കുരുമുളക്, 5-6 ഏലക്കായും അതുപോലെ തന്നെ 5-6 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് 4 സവാള അതുപോലെ സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് വാട്ടിയിട്ട് എടുക്കണം. അപ്പോൾ അത് സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 5 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും ഇതിൻ്റെ റോസ് സ്മെല്ലൊക്കെ മാറുന്നത് വരെ നമുക്കിതൊന്ന് വാട്ടിയെടുത്ത ശേഷം ഇനി നമുക്കിതിലേക്ക് 2 ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് 1.5 കിലോ ചിക്കൻ ഞാൻ എടുത്തിട്ടുള്ളത്. ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 3 പൊട്ടാറ്റോ, ഒരു മീഡിയം സൈസിലുള്ള പൊട്ടാറ്റോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്ന ഒരു പാനൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ആയിട്ടുണ്ടാവും കേട്ടോ. ചിക്കനിൽ നിന്നുള്ളൊരു വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാവും. ഇതും ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി വേണ്ടത് തേങ്ങാപ്പാലാണ് കേട്ടോ. ഞാനിവിടെ 2-ാം പാൽ 1 കപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആദ്യം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും അതുപോലെ 1 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അതുപോലെ സോക്ക് ചെയ്തെടുത്തിട്ടുള്ള 10 കാഷ്യൂസും കൂടിയിട്ട് ഒന്ന് മിക്സിയിലിട്ട് ഇതുപോലെ പേസ്റ്റാക്കി അരച്ചെടുത്ത ശേഷം അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് ഒരു 10 മിനിറ്റ് ഈ ഒരു തേങ്ങാപ്പാലിൽ കിടന്നിട്ട് ചിക്കനൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഈ ഒരു ടൈമിൽ ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഗ്രേവി ഒന്ന് ചെറുതായിട്ട് വറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് 1-ാം പാലും കൂടെ ചേർത്ത് കൊടുക്കുക. 1 കപ്പ് 1-ാം പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. മിക്സ് ചെയ്തെടുത്ത ശേഷം വീണ്ടും ഇതൊരു 5 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മളെ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഈ ഒരു ടൈം ആയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു സ്റ്റൂവിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യൊന്ന് ചൂടാക്കിയെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് കാഷ്യൂസും കിസ്മിസും കൂടി ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൂവിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മളെ കറി ഇവിടെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇതുപോലത്തെ നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്